കുറച്ച് ആനകളാണ് ഇപ്പോൾ സൂപ്പർ താരങ്ങൾ. കുട്ടികളും നായ്ക്കളും നല്ല അഭിനേതാക്കളാണ്. ഇത് പറഞ്ഞത് വിഖ്യാത സിനിമാക്കാരൻ ചാർലി ചാപ്ലിനാണ്. എ ഗോഡ്സ് ലൈഫ് എന്ന സിനിമ ചിത്രീകരിച്ച ശേഷമായിരുന്നു ചാപ്ലിന്റെ വിശ്വവിഖ്യാതമായ അഭിപ്രായ പ്രകടനം. ഇവിടെ സൂപ്പർ താരത്തെ പോലും മുൾമുനയിൽ നിർത്തിയത് ഒരു ആനയാണ്. തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവരകൊണ്ട നായകനായ സിനിമയുടെ ഷൂട്ടിങ്ങിനാണ് ആനയെ എത്തിച്ചത്. കാട്ടാനയല്ല, ഒറിജിനൽ നാട്ടാന തന്നെ. പക്ഷേ അഭിനയത്തിനൊടുവിൽ കൊമ്പൻ പിണങ്ങിയെന്ന് മാത്രമല്ല, നടൻ ഇടഞ്ഞോടി കാട് കയറി. ഭൂതത്താൻ കെട്ട് തുണ്ടം വനമേഖലയിലെ ഭൂതത്താൻ കെട്ട് മാതൃക ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. വനമേഖലയിലേക്ക് കടന്ന പുതുപ്പള്ളി സാധു എന്ന കൊമ്പനെ ശനിയാഴ്ച രാവിലെ വനാതിർത്തിയിൽ നിന്ന് 200 മീറ്റർ അകലെ കണ്ടെത്തി. മീറ്റർ മാറിയായിരുന്നു ഇത് ആദ്യം കണ്ടത്. ട്രാക്ക് ചെയ്ത് രാവിലെ പോയി ഇപ്പോൾ റോഡിലേക്ക് ഇന്നലെ സിനിമ വിജയ് ദേവരെ മറ്റൊരു കമ്പനിയുമായി മത്സരിച്ചിട്ടുണ്ടാവുന്നു. അതിനുശേഷം വനത്തിലേക്കുള്ളിലേക്ക് ഓടി കയറുകയും ചെയ്ത് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് ഈ ആനയെ. തടത്താവിള മണികണ്ഠൻ എന്ന ആനയുമായി കൊമ്പുകോർത്തതിനെ തുടർന്നാണ് സാധു ഉൾവനത്തിലേക്ക് ഓടിപ്പോയത്. സിനിമയിൽ കാട്ടാനകളായി അഭിനയിക്കാൻ കൊണ്ടുവന്ന ആനകളുടെ ചങ്ങല മാറ്റിയിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ഷൂട്ടിംഗ് പാക്കപ്പായ ശേഷം ആനകളെ ലോറിയിൽ കയറ്റുന്നതിനിടെ പുതുപ്പള്ളി സാധുവിനെ മണികണ്ഠൻ പിന്നിൽ നിന്ന് കുത്തി. ഇതേ തുടർന്നാണ് തിരക്കഥയിലില്ലാത്ത സീനുകൾ ആരംഭിച്ചത്. ആനകൾ തമ്മിൽ വീണ്ടും കുത്തുണ്ടായതോടെ രണ്ടും വിരണ്ട് കാട്ടിലേക്ക് ഓടി. മണികണ്ഠനെ വൈകാതെ തിരഞ്ഞു കണ്ടെത്തി തിരികെ എത്തിച്ചു. എന്നാൽ സാധു ഭൂതത്താൻ കെട്ട് വനത്തിലെ തേക്ക് പ്ലാന്റേഷനും മാട്ടുങ്കൽ തോടും കടന്ന് തൊട്ടടുത്തുള്ള ചതുപ്പും താണ്ടി നിബിഡ വനത്തിലേക്ക് ഓടി മറയുകയായിരുന്നു. ബഹളത്തിനിടെ സ്ഥലത്തുണ്ടായിരുന്ന ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആനയ്ക്കായി വനപാലകരും പാപ്പാന്മാരും ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നവരും ചേർന്ന് നടത്തിയ തിരച്ചിൽ വെള്ളിയാഴ്ച രാത്രി നിർത്തിവെച്ചിരുന്നു. എപ്പോഴും കാട്ടാനയുടെ സാന്നിധ്യമുള്ള മേഖലയാണിത്. ഭൂതത്താൻ കെട്ടിനും ഇടമലയാറിനും ഇടയ്ക്കുള്ള വനമേഖലയിൽ വിജയ് ദേവരകൊണ്ടയുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഏതാനും ദിവസങ്ങളായി നടക്കുകയാണ്. 3 പിടിയാനകളും 2 കൊമ്പന്മാരുമാണ് ഷൂട്ടിങ്ങിനുള്ളത്. വനം വകുപ്പിന്റെ അനുമതിയോടെയാണ് ഷൂട്ടിംഗ്. എന്തായാലും പ്രധാന നടന്മാരിലൊരാളെ തിരിച്ചെത്തിച്ചതിന്റെ ആശ്വാസത്തിലാണ് സിനിമാക്കാർ. മീറ്റർ മാറിയായിരുന്നു ഇത് ആദ്യം കണ്ടത്. ട്രാക്ക് ചെയ്ത് രാവിലെ പോയി ഇപ്പോൾ റോഡിലേക്ക് ദൃശ്യങ്ങളാണ്. ഇന്നലെ സിനിമ വിജയ് ദേവരെ മറ്റൊരു കമ്പനിയുമായി മത്സരിച്ചിട്ടുണ്ടാവുന്നു. അതിനുശേഷം വനത്തിലേക്കുള്ളിലേക്ക് ഓടി കയറുകയും ചെയ്ത് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് ഈ ആനയെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ എലഫന്റ് ആംബുലൻസിൽ ശേഷമാണ്